ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ കുറുക്കുകാളനാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കുറുക്കുകാളനാണിത്. സദ്യയിലൊക്കെ നമ്മൾ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ കുറുക്കുകാളൻ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ കുറുക്കുകാളൻ ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ട്. ചട്ടി ഇല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും പാത്രം എടുത്തിരുന്നാലും മതി. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ചേന ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിനൊക്കെ മതി. അതിലേക്ക് അത്ര തന്നെ അളവിൽ പച്ചക്കായ മുറിച്ചത് അതും 1/4 കപ്പ് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് 3 പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മുറിക്കുന്നില്ല, മുറിക്കാതെ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ വേണമെന്നാൽ അതിൻ്റെ ആ ഒരു എരിവ് അധികം ഉണ്ടാവാനും പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് തിളച്ച് കഴിയുമ്പം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേവിട്ടോ. അപ്പോൾ അത് ഞെക്കി നോക്കുമ്പോൾ ഞെങ്ങുന്നുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അത് വറ്റട്ടെ. ആ സമയത്ത് നമുക്കിത് 1/2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള തൈരാണ്. ഏതായാലും കുഴപ്പമില്ല. ഒരുപാട് പുളിയൊന്നുമില്ല. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആ കട്ടകളൊക്കെ ഒന്ന് ഉടനെ നല്ല സ്മൂത്തായിട്ട് കിട്ടാനാണ്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തീ വളരെ കുറച്ച് വെക്കണം. അത് മാത്രമല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയും കൂടെ കൊടുക്കണേ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തൈരങ്ങ് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അത് ആദ്യം മാത്രം അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമില്ലേ, അതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് വറ്റി ഇങ്ങനെ ഇപ്പം തിളയ്ക്കുന്നുണ്ടോ, അങ്ങനെ ബ്ലും 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിളയ്ക്കും. ഇങ്ങനെ പൊട്ടി പൊട്ടി വരില്ലേ, അതുപോലെ ഇങ്ങനെ തിളയ്ക്കും. അത് വെള്ളം നന്നായിട്ട് വറ്റുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ആ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച് ചേർത്ത് ബാക്കി ഇച്ചിരി വെള്ളം വേണമെങ്കിൽ, അധികം വെള്ളം ആവരുത്, കാരണം നമ്മുടെ കുറുക്കുകാളനല്ലേ. ഇച്ചിരി മാത്രം വെള്ളം ഒഴിച്ചൊന്ന് കലക്കി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തേങ്ങ ഒഴിച്ചതിന് ശേഷവും ഒരുപാട് സമയം തിളപ്പിക്കരുത്. കുറച്ച് അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കി കൊടുക്കാം. കാരണം അത് നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കുമ്പോഴത്തേക്കും ആ ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് ഇല്ലാണ്ടായി പോവേ. അപ്പോൾ നമ്മുടെ ആ ഒരു നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കുറുക്കുകാളനെ കിട്ടില്ല. അപ്പോൾ അത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചട്ടിയിലായതുകൊണ്ട് കുറച്ചും കൂടി ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് വറ്റി വരും. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ചട്ടിയിലായതുകൊണ്ടാട്ടോ ഇങ്ങനെ തിളയ്ക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. നല്ല ടേസ്റ്റാണ് പഞ്ചസാര കുറച്ച് ചേർക്കുമ്പോൾ. അത് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കിട്ടാനായിട്ടാണ്. ഇനി നമുക്കൊന്ന് കടുക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ 2 ഉണക്കമുളക് മുറിക്കുന്നില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കി കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് നമ്മളിതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, സദ്യയൊക്കെ ഉണ്ടാക്കുന്നവരുടെ ഒരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഈ കടായിലേക്ക് തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കില്ലേ, അത് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട. അത് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല മണം വരും. അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അത് നമുക്ക് കറിയിലേക്ക് അങ്ങ് ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ് ഈ കുറുക്കുകാളൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി വെച്ച് ഉടനെ തന്നെ അങ്ങ് അടച്ചു വെച്ച് കൊടുക്കുക. കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആ കറിയിൽ നന്നായിട്ട് പിടിച്ച് വരാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുറുക്കുകാളൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് സദ്യയിൽ ഇലയിലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ കിടക്കണം, ഒഴുകി പോകാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഉണ്ടാക്കി നോക്കണം. അപ്പം ചിക്കൂസ്റ്റൈൻ സദ്യ റെസിപ്പീസിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.